ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ചാലഞ്ച് ഫേസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ബന്ധങ്ങൾ, റിലേഷൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ട്. നമുക്കറിയാം മനുഷ്യനൊരു സോഷ്യൽ ആനിമലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, സന്തോഷമായിട്ടിരിക്കണം അല്ലേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര ഈഗോയിസ്റ്റിക്കാണ്, സെൽഫിഷാണ്. അവരെ മുന്നിൽ നിർത്തി പ്ലേസ് ചെയ്ത് മറ്റുള്ളവർക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അങ്ങനെ പല പല തരത്തിലും പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെന്താണ് സൊല്യൂഷൻ? ഒന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം, എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം. കാരണം മനുഷ്യൻ്റെ ബേസിക് ക്വാളിറ്റിയാണ് സ്നേഹം എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ബിസി ലൈഫ് സ്റ്റൈൽ, ഒരു സെൽഫിഷ് ലൈഫ് സ്റ്റൈലൊക്കെ ആവുമ്പോൾ അത് മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മക്കൾക്ക് മാതാപിതാക്കളോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, ഫ്രണ്ട്സിന് സമയമില്ല, ഈവൻ പാർട്ട്നേഴ്സ് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ജോലി തിരക്ക് കാരണം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചേ പറ്റൂ അല്ലേ. അങ്ങനെയാണ് ബന്ധങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുക, അങ്ങനെയാണ് ബന്ധങ്ങൾ കൂടുതൽ മീനിങ് ഫുൾ ആവുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കല്യാണം വേണ്ട, കുട്ടികൾ വേണ്ട, അവർക്ക് എല്ലാവർക്കും ഒറ്റയ്ക്ക് അവരുടെ ജീവിതം സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷിക്കണം, അങ്ങനെയൊക്കെയാണ് മൈൻഡ് സെറ്റ്. അവരെ ഞാൻ കുറ്റം പറയുകയല്ല. എല്ലാവർക്കും അവരുടെ പ്രിഫറൻസസ് ഉണ്ട്, ഒപ്പീനിയൻസ് ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസസ് ആണ് അവരെ പഠിപ്പിക്കുന്നത്. അവർക്ക് ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഒരു സൊസൈറ്റി ബേസാണ് ഫാമിലി എന്ന് പറയുന്ന യൂണിറ്റ്. ആ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, ആൻഡ് ഒരു സൊസൈറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ബന്ധങ്ങളെ കൂടുതൽ മീനിങ് ഫുൾ ആൻഡ് സ്ട്രോങ് ആക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ഇത് ഞാൻ കല്യാണത്തിൻ്റെ ബേസിസിൽ മാത്രമല്ല പറയണത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൻ്റെ ബേസിസിൽ മാത്രമല്ല പറയണത്. ഈവൻ നിങ്ങളുടെ ഓഫീസ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അച്ഛനും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, മാതാപിതാക്കൾ അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ വരെ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഈ ടെക്നിക്സ്. ആദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരാളെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ നിന്ന് നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി ആക്സെപ്റ്റ് ചെയ്യണം. എല്ലാവർക്കും തെറ്റുകളും കുറവുകളും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ട്. ആരും ഫുള്ളി നെഗറ്റീവ് അല്ല, അല്ലെങ്കിൽ ആരും ഫുള്ളി പോസിറ്റീവ് അല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. അപ്പോൾ സ്ട്രെങ്ത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ആസ് എ ലൈഫ് പാർട്ട്ണർ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുറ്റങ്ങളും കുറവുകളും മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതം ഭയങ്കര കഷ്ടമാവും അല്ലേ. അപ്പോൾ ഞാൻ എന്താ വേണ്ടത്? ഞാൻ കൂടുതൽ അവരുടെ സ്ട്രെങ്ത്ത്, പോസിറ്റീവ്സിനെ ഫോക്കസ് ചെയ്തിട്ട് നെഗറ്റീവ്സ് ഉണ്ട്, അതിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാതിരിക്കുക. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻ്റെയും ഫൗണ്ടേഷനാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വോയിസ്, നമ്മുടെ ടോണ്, അത് വളരെയധികം മാറ്റർ ചെയ്യും നമ്മൾ എന്ത് പറയുന്നു എന്നനുസരിച്ചിട്ട്. അപ്പോൾ എന്താണ് പറയുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വോയിസ് ഇത്തിരി മോഡുലേറ്റ് ചെയ്യുക, ഇത്തിരി കൺട്രോൾഡ് ആക്കുക. നമുക്ക് ദേഷ്യം വരുന്ന സാഹചര്യത്തിൽ കൂടെ നമ്മൾ ഇത്തിരി മൈൽഡായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നത്, എസ്പെഷ്യലി കുട്ടികളോട്. കാരണം മാതാപിതാക്കൾ ഭയങ്കര അതോറിറ്റി എടുത്ത് നിലവിളിച്ച് ചീത്ത പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ എസ്പെഷ്യലി ഒന്നും കേൾക്കാൻ പോകില്ല. അവർ വിചാരിക്കും ഡെയിലിയുള്ള ഉപദേശവും വഴക്ക് പറച്ചിലും തന്നെ. അപ്പോൾ നമ്മൾ അവരെ അടുത്ത് വിളിച്ചിരുത്തി മനസ്സിലാക്കി, സ്നേഹത്തോടു കൂടെ മനസ്സിലാക്കി, സ്നേഹത്തോടു കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ആരായാലും, ഈവൻ ഇൻ എ കമ്പനി, എംപ്ലോയിയോട് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യാതെ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തി എന്താണെന്ന് കാര്യങ്ങൾ മൈൽഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോപ്പർ ടോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലാതെ എപ്പോഴും ഭയങ്കര അതോറിറ്റേറ്റീവ് ടോണിലല്ല നമ്മൾ നമ്മുടെ എംപ്ലോയിയോടോ അല്ലെങ്കിൽ പാർട്ട്ണറോടോ അല്ലെങ്കിൽ കുട്ടികളോടോ സംസാരിക്കേണ്ടത്.
അതോറിറ്റേറ്റീവ് ടോൺ എടുക്കേണ്ട സാഹചര്യങ്ങൾ വേറെ ഉണ്ട്. ലൈക്ക് ഒരു ക്ലാസ്സിൽ ടീച്ചർ അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കും, ഓക്കെ, അല്ലെങ്കിൽ ഒരു കമ്പനി മീറ്റിങ്ങിൽ മാനേജിങ് ഡയറക്ടർ അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങൾ വേറെ. പക്ഷേ നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഓണസ്റ്റായിട്ടും ഒത്തൻറ്റിക്കായിട്ടും സംസാരിക്കുക. അതായത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട്, എസ്പെഷ്യലി ഒരു കപ്പിൾ റിലേഷനിൽ വേണ്ടത് ട്രാൻസ്പെറൻസിയും ഓണസ്റ്റിയുമാണ്. ഓക്കെ, ഒന്നും മറച്ചു പിടിക്കാതെ അല്ലെങ്കിൽ ഒന്നും എക്സാജറേറ്റ് ചെയ്യാതെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഓണസ്റ്റ് അപ്രീസിയേഷൻ, ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുക്കുകയാണെങ്കിലും അത് ഒരുപാട് എക്സാജറേറ്റഡ് ആവരുത് ഒരിക്കലും. അപ്പോൾ അത് മറ്റൊരാൾക്ക് മനസ്സിലാവും. ഓക്കെ, അതെന്തോ കാര്യം നേടിയെടുക്കാൻ വേണ്ടി സോപ്പടിക്കണമെന്നേ ആൾക്കാരും ആദ്യത്തെ ഇമ്പ്രഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഓണസ്റ്റായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുക, ഓണസ്റ്റായിട്ട് സംസാരിക്കുക. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ യാതൊരു മൂടലുകളുമില്ലാതെ നമ്മൾ സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കാൻ റെഡി ആയിരിക്കണം. അപ്പോഴാണ് ഒരു റിലേഷൻ ഭയങ്കര സ്ട്രോങ് ആവുക, അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുക. ഓക്കെ, വേറൊരു കാര്യം, ഞാൻ ആക്സെപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ ഒരു 25-30 ഇയേഴ്സായിട്ട് ഒരേ ക്യാരക്ടറിൽ, ഓക്കെ, ഒരു ക്യാരക്ടർ അയാൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ അയാളുടെ ഒരു ക്യാരക്ടർ ഫോം ആയി കഴിഞ്ഞു 25-30 ഇയേഴ്സ്. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഭാര്യ വിചാരിക്കുകയാണ് ഞാൻ അത് മാറ്റിയെടുക്കാം. സാധ്യമല്ല. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അതൊരിക്കലും പോസിബിൾ അല്ല. ഇനി എപ്പോഴാണ് അത് പോസിബിൾ ആവുക എന്നറിയോ? നമ്മളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് മാറ്റം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പരാതി ഓഫീസ് വിട്ട് കഴിഞ്ഞ് വന്നിട്ട് ഫുൾ ടൈം ടി വിയിൽ അല്ലെങ്കിൽ ഫോണിലാണ്, വൈഫിൻ്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആദ്യം നോക്കുക നിങ്ങൾ എന്താ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പണികൾ കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് കഴിഞ്ഞിട്ട് നിങ്ങളും ഫോണിൽ തന്നെയാണോ സ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാര്യങ്ങളുണ്ടാവാം, കുട്ടികളുടെ ഹോംവർക്ക് ഉണ്ടാവാം, എന്താണെങ്കിലും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ കൂടെ നിങ്ങളുടെ ഒരു 10 മിനിറ്റ് ചായ കുടിച്ചുകൊണ്ട് ഒരു കോൺവെർസേഷന് മാറ്റി വയ്ക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഡെലിബറേറ്റ്ലി, ഓക്കെ, ഇൻറ്റൻഷനലി ആ സമയം കണ്ടെത്തണം. എന്നാൽ മാത്രമേ ബന്ധങ്ങൾ കൂടുതൽ മീനിങ് ഫുൾ ആവുള്ളൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിൽ എങ്ങനെ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് ആലോചിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഓക്കെ, അപ്പം മെല്ലെ മെല്ലെ എന്താണ്, മുല്ലപ്പൂമ്പടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ മാറ്റം കാരണം മെല്ലെ മെല്ലെ നമ്മുടെ പാർട്ട്ണറിലും ആ മാറ്റം തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കണം, അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും അത് ട്രൈ ചെയ്യുക. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരിക്കലും ഫോഴ്സ് ചെയ്ത് മറ്റുള്ളവരുടെ ക്യാരക്ടർ മാറ്റാൻ നോക്കരുത്. ഓക്കെ, കാരണം അവർ 30 വർഷമായിട്ട് അവരുടെ ഇൻബിൽട്ടാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം മാറ്റുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പക്ഷെ പലരുടെയും ധാരണ, കല്യാണം കഴിഞ്ഞാൽ മാറും, കല്യാണം കഴിഞ്ഞാൽ ശരിയാവും. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. അപ്പോൾ യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ, ആദ്യം നിങ്ങളെ ഒന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ പാർട്ട്ണറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടോ? അപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങളൊരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ പേപ്പർ എടുക്കുക, എന്നിട്ട് എങ്ങനത്തെ ഒരു പാർട്ട്ണറാണ് നിങ്ങൾക്ക് ആവശ്യം. ഓക്കെ, എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങളുടെ പാർട്ട്ണറിൽ കാണാൻ ഉദ്ദേശിക്കുന്നത്? ഭയങ്കര കെയറിങ് ആയിരിക്കണം, അഫെക്ഷനേറ്റ് ആയിരിക്കണം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കണം, നല്ല കോൺവെർസേഷണലിസ്റ്റ് ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്വാളിറ്റീസൊക്കെ നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ എനിക്കുണ്ടോ എന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം പല സമയത്തും നമുക്കില്ലാത്ത ക്വാളിറ്റീസാണ് നമ്മുടെ പാർട്ട്ണറിൽ നോക്കുന്നത്. എന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ടാണ് പലരും വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ആവരുത്. കാരണം നമ്മൾ ആസ് എ പേഴ്സൺ ഷുഡ് ബി ഹോൾ ആൻഡ് കംപ്ലീറ്റ്. അതായത് നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം കാണുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം എടുക്കുക, അതൊരു ഡ്രെയിനിങ് എനർജിയാണ്. ഓക്കെ, അങ്ങനെ ഒരു പാർട്ട്ണറിനെ ആർക്കും ഇഷ്ടാവില്ല. അതായത് നമ്മൾ ഒരു വാണ്ടിങ് എനർജിയിൽ, ഓക്കെ, എപ്പോഴും എന്നെ കെയർ ചെയ്യണം, എന്നെ അറ്റൻഷൻ തരണം, അങ്ങനെ ഒരു വാണ്ടിങ് എനർജിയിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ
ഈ വാണ്ടിങ് എനർജി മാറ്റിയിട്ട് നമ്മൾ ഹോൾ ആൻഡ് കംപ്ലീറ്റ് ആണ്. എനിക്ക് എന്നെ തന്നെ നല്ല സ്നേഹമുണ്ട്, എനിക്ക് എന്നെ നല്ല ബഹുമാനമുണ്ട്, എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ആദ്യത്തെന്നെങ്കിലും അല്ല അത് സീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത്. എനിക്കുള്ള സ്നേഹം ഞാൻ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, അതായിരിക്കണം നമ്മുടെ ഒരു റിലേഷനിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, നമ്മുടെ ഗോൾ. എനിക്ക് ഉള്ള സ്നേഹം ഞാൻ മറ്റുള്ളവരായിട്ട് പങ്കിടാൻ റെഡിയാണ്. എന്നിലുള്ള സ്നേഹം. ഓക്കെ, എൻ്റെ ജീവിതം എനിക്ക് ആരോടായിട്ട് ഷെയർ ചെയ്യണം, അതിന് ഞാൻ സ്നേഹം കൊടുക്കും. ഓക്കെ, നമ്മൾ കൂടുതൽ ഗിവിങ്ങിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒരു റിലേഷനിൽ റാദർ ദാൻ ടേക്കിംഗ് മാത്രമാകുമ്പോൾ അതൊരു ഡിപ്ലീറ്റഡ് എനർജിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് വേണ്ടി ചെയ്തു തരണം, എനിക്ക് വേണ്ടി ചെയ്തു തരണം. അപ്പോൾ ഒരു ബാലൻസിങ് ഉണ്ടാവണം. അത് പറഞ്ഞ് നമ്മളങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുക എന്നല്ല, അപ്പോൾ നമ്മുടെയും എനർജി ഡ്രെയിൻ ആവും. ഒരു ബാലൻസ് വേണം. കൊടുക്കൽ വാങ്ങൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. കാരണം ഏതൊരു റിലേഷനിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, അല്ലേ? പേരൻസിന് കുട്ടികളുടെ നിന്ന് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, കുട്ടികൾക്ക് പേരൻസിൻ്റെ നിന്ന് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് തുറന്ന് പറയുക. ഓക്കെ, ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെയും വർക്ക് ആവാൻ പോകുന്നത്. അപ്പോൾ എല്ലാ എക്സ്പെക്റ്റേഷനും ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം കുട്ടികൾ ചിലപ്പോൾ പറയും വെക്കേഷന് എനിക്ക് അബ്രോഡ് ടൂറ് കൊണ്ടുപോകണം എന്ന് പേരൻസിനോട് വാശി പിടിച്ചാൽ എല്ലാവർക്കും അത് പോസിബിൾ ആയിരിക്കില്ല, അല്ലേ? അപ്പോൾ നിങ്ങളുടെ രീതിയിൽ പറ്റണ പോലെ ഒരു ചെറിയ ഫാമിലി പിക്നിക് ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ആക്സെപ്റ്റൻസ്, എക്സ്പെക്റ്റേഷൻ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നിങ്ങൾ എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റീസ് നിങ്ങളിലുണ്ടോ എന്ന് ആദ്യം നിങ്ങളൊന്ന് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യുക. എന്നിട്ട് വാശി പിടിക്കുക, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഏതൊരു റിലേഷനിലും ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ അവരുടെ പേരൻസ് അല്ലെങ്കിൽ ഇൻലോസ്, ഓക്കെ, ഈവൻ ഫ്രണ്ട്സ് ആവാം സംടൈംസ്, അവരുടെ ഒരുപാടുള്ള ഇൻവോൾവ്മെൻറ്റ് അവരെ അകറ്റും. അപ്പോൾ അതൊരിക്കലും അനുവദിക്കരുത്. ഈവൻ ഇപ്പം നമ്മൾ പറയാറുണ്ട്, 2 ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വേറൊരു ഫ്രണ്ട് വന്ന അഭിപ്രായം പറയുന്നത് നല്ലതല്ല. ഈവൻ ഒരു എംപ്ലോയറിന് എംപ്ലോയി ആയിട്ട് പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജറുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ക്ലോസ് കോൺഫിഡൻഷ്യൽ ഡിസ്കഷൻ നടത്തുക. അല്ലാതെ വേറെ കലീഗ്സൊക്കെ ആയിട്ട് സംസാരിച്ച് ആലോചിച്ച് പിന്നെ പോയി സംസാരിക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ആരോടാണോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് അവരായിട്ട് ഓപ്പൺലി സംസാരിക്കുക. അതിന് വേറൊരാളുടെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പോൾ തേർഡ് പേഴ്സൺ ഒപ്പീനിയൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലിരുത്തിക്കൊണ്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ റിലേഷൻസ് കൂടുതൽ ഹാപ്പി ആയിട്ടും ഭയങ്കര സമാധാനപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. കാരണം ഇന്നത്തെ കാലത്ത് റിലേഷൻസിൻ്റെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്, അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ എടുത്ത് അതിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക, മനോഹരമാക്കാൻ നോക്കുക, സ്നേഹപൂർവ്വം, സന്തോഷപൂർവ്വം. ഓക്കെ, ഇനി ആരെങ്കിലും നിങ്ങളോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളയുക. ഓക്കെ, ആ ബേർഡനിൽ നിന്ന് നിങ്ങളൊന്ന് റിലീസാവുക, അവർക്ക് മാപ്പ് കൊടുക്കുക, ഫോർഗീവ് ചെയ്യുക. ഓക്കെ, 10 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ ഓക്കെ, ബി ഇൻ ദ പ്രസൻറ്റ്. ഓക്കെ, ഇന്ന് നിങ്ങളുടെ റിലേഷൻസ് നിങ്ങൾക്ക് എങ്ങനെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ, നമ്മൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മളെ തന്നെയാണ് ഭയങ്കരമായൊരു ബേർഡൻ റിലീസാവുന്നത്. ഓക്കെ, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഫൊർഗിവ്നെസ്സിനെ പറ്റി ചെയ്യുന്നതായിരിക്കും. അതിൽ ഫൊർഗിവ്നെസ് മെഡിറ്റേഷനും ഇൻക്ലൂഡ് ചെയ്യും. വളരെ പവർഫുള്ളായിട്ട് വളരെ റിസൾട്ട് കിട്ടിയ ഒരു ടെക്നിക്കാണത്. അത് ഞാൻ ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ. അതുപോലെ നിങ്ങളുടെ റിലേഷൻസിനെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. എനിക്കെന്ത് ചെയ്യാൻ പറ്റും എൻ്റെ റിലേഷൻ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ. ഓക്കെ, അത് ഈവൻ കമ്പനിയിലാവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്, അല്ലെങ്കിൽ പേരൻസ്, അല്ലെങ്കിൽ സിസ്റ്ററോ ബ്രദറോ, ആരായിക്കോട്ടെ.
നിങ്ങൾക്ക് കൂടുതൽ മീനിങ് ഫുള്ളായിട്ട് കൂടുതൽ ഹാപ്പിനെസ്സോട് കൂടെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നോക്കുക. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അവരെ എന്തിനാ വെറുതെ മുഷിപ്പിക്കണത് അല്ലേ? സോ എൻജോയ് യുവർ ലൈഫ്, സെലിബ്രേറ്റ് യുവർ ലൈഫ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. എല്ലാവരും അവരുടെ റിലേഷൻസ് കുറച്ച് ബെറ്റർ ആകട്ടെ. താങ്ക് യു സോ മച്ച്. Have a great day. Bye-bye.